ഇവിടെ ഏകദേശം ഒരു 19-20 കുടുംബങ്ങളുണ്ട്. ഇവിടെ വെളിച്ചമില്ലാത്തതിന്റെ പേര് അവരെന്നെ വിളിച്ചു വരുത്തുകയും അവർക്കുള്ള ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിരുന്നു. അതുകൂടെ അവർക്കുള്ള പഠന സാധനങ്ങളും ബാഗുകളും എല്ലാം കൊടുത്ത് നമ്മൾ അന്ന് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് അന്ന് പോയത്. ആ കോളനിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തി. ഇവരുടെ ഒപ്പമാണ് എൻ്റെ ഓണം, ഇന്നത്തെ ഓണം ഞാൻ ആഘോഷിക്കുന്നത്. ഇവർക്ക് ഓണം ഇതുവരെ ആഘോഷിച്ചിട്ടില്ല, നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ ഓണം ആഘോഷിക്കുകയാണ്. അവിടെ ഓണം ആഘോഷിക്കാനും അവിടെ കാര്യങ്ങളും ഓണക്കൊടി എല്ലാം കൊടുക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. അവരുടെ ഒപ്പം തന്നെ നമുക്ക് ഇന്ന് ഓണം ആഘോഷിക്കാം. നമ്മൾ ഇവരോടൊപ്പമാണ് ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. ഇന്ന് ഇവരോടൊപ്പം ഇരുന്ന് എന്നാ പറ. കാറ കയറണോ കൊച്ചിനാ? നമ്മളെല്ലാരും കൂടെ കാറ കയറും. നമുക്ക് ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കാറ കയറാം കേട്ടോ. എല്ലാരും കാറ കയറ്റാം കേട്ടോ. അങ്ങനെ പറയണേ. ചോടാ, എങ്ങനെയാണ് ഫുഡ്? എങ്ങനെയുണ്ട്? നല്ലാണോ? എങ്ങനെയുണ്ട് മോളെ? അത് നാണ കഴിച്ച മൊത്തം കൂട്ടിയിരുന്ന് കഴിച്ചേ. ചോറ അടുപ്പിച്ചിട്ട് കഴിച്ചു. നമ്മൾ ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചു. നമ്മൾ ഇവർക്കെല്ലാം ഓണക്കൊടി ഇടാം. മക്കളെ ബാ. അമ്പാരിക്കുന്നു നമ്മളെല്ലാവർക്കും കൊടുത്ത് അകത്തെ ഒരു അമ്മച്ചി മേല കിടപ്പുണ്ട്. നമുക്ക് അമ്മച്ചിക്ക് കൊണ്ട് കൊടുക്കാം. ബാ. നല്ല രീതിയിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞാനും 2 ട്രിപ്പ് കഴിച്ചു. 3 പേര് അമ്മ കുടുംബശ്രീയിലേത്. ഓക്കെ. അവർക്ക് അപ്പൊ നിങ്ങൾക്ക് അതിനൊരു ഗിഫ്റ്റ് കാണണം. നമ്മള് ഇവർക്കെല്ലാം ഊണ് കൊടുത്ത് ഇന്ന് ഗിഫ്റ്റ് മേടിച്ചു. കൂടാതെ നമുക്ക് വേറൊരു സമ്മാനം. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ, നല്ല രീതിയിൽ ഫുഡ് കൊടുത്തതിന്. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ. അച്ചായൻസ് പോലെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജോലി വർക്കിച്ച.